ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ സിംഗർ ബർഗർ റെസിപ്പി ആയിട്ടാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ക്ലാസിക് മയോണൈസ് റെസിപ്പിയും ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ചിക്കൻ ഇതുപോലെ സ്റ്റീക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലോട്ടേക്ക് ആവശ്യത്തിന് തൈരും കുരുമുളകും ഉപ്പും കൂടി ചേർത്ത് നമ്മളിത് ഒരു മണിക്കൂറെങ്കിലും മാരിനേഷൻ വെക്കണം. ചിക്കൻ നല്ല ടെൻഡറായി വരാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ സമയത്ത് ഞാൻ ഹോം മെയ്ഡ് മയോണൈസ് തയ്യാറാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ 2 എഗ് യോക്ക്, മുട്ടയുടെ മഞ്ഞ 2 എണ്ണം ജസ്റ്റ് ഒന്ന് വിസ്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലോട്ടേക്ക് മസ്റ്റർഡ് പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ മിക്സ്ചർ ബ്ലെൻഡറിലോട്ടേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ചായിട്ട് എണ്ണ മിക്സ് ചെയ്ത് നമുക്കിത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടുന്നത് വരെ 2-3 തവണയായി എണ്ണ ഒഴിച്ചു കൊടുത്ത് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും വേണമെങ്കിൽ കുരുമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ടേക്ക് 1 ടീസ്പൂൺ വിനെഗറോ ലെമൺ ജ്യൂസോ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മയോണൈസ് റെഡിയാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മയോണൈസാണിത്. ഇതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ കവർ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്കിത് ഒരാഴ്ച വരെ യൂസ് ചെയ്യാൻ പറ്റും. ബ്രെഡിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ മയോണൈസ് കൊണ്ട് ബർഗർ സോസ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇതിനു വേണ്ടി ഇതിലോട്ടേക്ക് കെച്ചപ്പ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് വിസ്ക് ചെയ്തെടുക്കാം. ഇതിലോട്ടേക്ക് 1.5 ടീസ്പൂൺ പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഫ്ലേവറിനായിട്ട് ഇറ്റാലിയൻ സീസണിങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ടേക്ക് കുറച്ച് സ്പ്രിംഗ് ഓനിയനും കൂടി ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അടുത്തായി ചിക്കൻ ഫ്രൈ ചെയ്യാൻ എൻ്റെ കയ്യിൽ ബ്രോസ്റ്റ് ചിക്കൻ മിക്സ് ഉണ്ടായതുകൊണ്ട് ഞാൻ അതിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നേരത്തെ ചിക്കൻ മാരിനേഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഫസ്റ്റ് നമ്മൾ ഫ്ലോറിൽ കോട്ട് ചെയ്തതിന് ശേഷം മുട്ടയിൽ മുക്കി നമ്മൾ ഈ സ്പൈസ് മിക്സിൽ കോട്ട് ചെയ്തെടുക്കും. അപ്പോൾ നിങ്ങൾ സ്പൈസ് മിക്സ് ഇല്ലാതെ ചെയ്യാമെന്നാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ചിക്കൻ മാരിനേഷൻ ചെയ്യുന്ന സമയത്ത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ട് ഒന്ന് മാരിനേഷൻ ചെയ്ത് വെച്ചതിന് ശേഷം അവസാനം നമ്മൾ ബ്രെഡ് ക്രംസും കോൺഫ്ലവറും ഓട്സും മിക്സ് ചെയ്ത് അതിൽ കോട്ട് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ചിക്കൻ ഓരോന്നായി ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. അടുത്തതായിട്ട് ബർഗർ ബന്ന് ഹാഫായി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കിയ ബർഗർ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. മറ്റേ സൈഡിൽ ഞാൻ കെച്ചപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഒരു ടേസ്റ്റിന് വേണ്ടി ഞാൻ ബട്ടർ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ വെച്ച് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ചീസ് സ്ലൈസ് കൊണ്ട് കവർ ചെയ്യാം. ഇനി ഇതിൻ്റെ മുകളിൽ ടൊമാറ്റോവും ഒനിയനും ലെറ്റ്യൂസും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ബർഗർ ഓവനിലാണ് ഗ്രില്ല് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് മെൽറ്റഡ് ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചീസ് മെൽട്ടായി വരുന്നവരെ ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. A few moments later. അപ്പോൾ ഈ ഗ്രിൽഡ് സിംഗർ ബർഗർ റെസിപ്പി ഇഷ്ടമായെങ്കിൽ മറക്കാതെ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.